ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ നോക്കാം. അതിനായി നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസ് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഫേസ് ടു ഫേസ് വരുന്ന വിധത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് 1/2 ഇഞ്ചിൽ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്കായി നമുക്ക് ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റൂ. ഇതേപോലെ ഇടവിട്ട് കട്ട്സ് ഇട്ടിട്ട് വരിക. അതിനുശേഷം നമുക്ക് നെക്കിന് ചുറ്റിലുമായി ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. നടുക്കെത്തുമ്പോൾ ക്ലോത്ത് ഇതേപോലെ നേരെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇതേപോലെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് വരിക. ശേഷം നമുക്ക് നെക്ക് നല്ല വശത്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. സെൻറ്ററിലെത്തുമ്പോൾ സൂചി കുത്തി നിർത്തി പതുക്കെ ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഫ്രണ്ട് നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ബാക്ക് വശം നമുക്ക് ഒന്നെങ്കിൽ ഹെം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. എന്നാൽ മാത്രമേ അവിടെ നല്ല രീതിയിൽ പതിഞ്ഞ് കിടക്കും. നെക്സ്റ്റ് നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കാനുള്ള ക്രോസ് പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുവേണ്ടി ആദ്യമായി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. ക്രോസ് പീസ് പല രീതിയിൽ ജോയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ സിമ്പിളായി ഇതേപോലെയാണ് ചെയ്യുക. ഈ ബാക്ക് നെക്കിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് ക്രോസ് പീസ് നല്ല വശം വരുന്ന വിധത്തിൽ വെച്ചിട്ട് 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട്സ് ഇട്ട് കൊടുക്കുക. ബാക്ക് നെക്കിൽ ഒരിക്കലും പ്രസ് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ചുറ്റിലും കട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് വീണ്ടും മുഴുവനായി ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചുറ്റിലും ഇതേ രീതിയിൽ ഫിനിഷ് ചെയ്ത് വരിക. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന വിധത്തിൽ വെച്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. 2 ഷോൾഡറും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഷോൾഡർ ഒന്ന് ഇതേപോലെ നിവർത്തി വെക്കുക. അതിനുശേഷം നമ്മുടെ സ്ലീവ് പാർട്ട് ഇതിനെ ജോയിൻ ചെയ്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് ആം ഹോൾ നമ്മൾ കുഴിച്ചു വെച്ച ഭാഗം ഫ്രണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്ന വിധത്തിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. അത് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്റർ കൂടെ ഒന്ന് ഒരുമിച്ച് വരുന്ന വിധത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട് ആം ഹോൾ ഫ്രണ്ടിൽ തന്നെ വരുന്ന വിധത്തിലും വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ആദ്യം സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഒരു എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് വരിക. അതിനുശേഷം വീണ്ടും സെൻറ്ററിൽ നിന്ന് തുടങ്ങി അടുത്ത എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇനി നമുക്ക് ബോഡി പാർട്സുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് നമുക്കൊന്ന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതിന് സെൻറ്ററിൽ ഒരു ചെറിയൊരു കട്ട്സ് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തിടുക. അതിന് നല്ല വശമായിരിക്കണം ഇടേണ്ടത്. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇടേണ്ട ക്ലോത്തിൻ്റെ സെൻറ്റർ കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ സ്കേർട്ട് പാർട്ടും ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റർ ചെറിയൊരു കട്ട്സ് കൊടുക്കുക. നമ്മുടെ ബോഡി പാർട്സിനിട്ട കട്ട്സും ഈ സ്കേർട്ടിനിട്ട കട്ട്സും തമ്മിൽ ഒരുമിച്ച് വരുന്ന വിധത്തിലൊന്ന് പിൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വലായി 2 വശത്തും ഒരേപോലെ പ്ലീറ്റ്സ് ഇടാൻ പറ്റും. ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം പ്ലീറ്റ്സ് ഇടാൻ. ഈ കാണുന്ന രീതിയിൽ പ്ലീറ്റ്സ് ഇട്ട് വരിക. ഇതേപോലെ എൻഡിൽ തയ്യൽ തുമ്പ് ഒഴിവാക്കി ബാക്കി എല്ലായിടത്തും പ്ലീറ്റ്സ് ഇടുക. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് ഇതേപോലെ തയ്ച്ചെടുത്ത് 2 ഭാഗത്തും. ഇനി സ്ലീവിലേക്ക് വേണ്ട എലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെ എടുക്കാൻ നോക്കാം. അതിന് സ്ലീവിൻ്റെ ലെങ്ത്ത് എവിടെയാണോ വരുന്നത് അവിടെ ഇതേപോലെ എലാസ്റ്റിക് ഒന്ന് പിടിച്ച് നോക്കുക. ആ അളവിലുള്ള ഒരു പീസ് എലാസ്റ്റിക് കൂടി കട്ട് ചെയ്തെടുക്കുക. 2 സ്ലീവിന് കൂടി 2 എലാസ്റ്റിക് വേണം. എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 10 ഇഞ്ചോളം ഉണ്ടാവും. ഞാൻ അത്യാവശ്യം ലൂസിലാണ് എടുത്തത്. ടൈറ്റിൽ ഇഷ്ടമുള്ളവർക്ക് ആ രീതിയിൽ അത്യാവശ്യം ടൈറ്റിൽ എടുക്കുകയും ചെയ്യാം. അടുത്തതായി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ മറ്റേ സ്ലീവിൻ്റെ എൻഡും
കാലിഞ്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം എലാസ്റ്റിക് ഒന്ന് ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്കൊന്ന് ക്ലോത്ത് ഫോൾഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും എത്ര ക്ലോത്ത് നമുക്ക് മടക്കണം എന്നത്. അതിനുശേഷം എലാസ്റ്റിക് മാറ്റിക്കൊണ്ട് നമുക്കൊന്ന് എലാസ്റ്റിക് ഇടാൻ വേണ്ടി ഒരു ഗ്യാപ്പ് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ചോളം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇനി നമുക്ക് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചുകൊണ്ട് എലാസ്റ്റിക് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ഗ്യാപ്പിലേക്ക് കൂടി ഒന്ന് പുറത്തേക്ക് എടുക്കുക. അതിന് എൻഡ് ഉള്ളിലേക്ക് മുഴുവനായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് എലാസ്റ്റിക്കിൻ്റെ എൻഡ് ഭാഗവും അതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് നമുക്ക് സൈഡുകൾ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനായി നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തത് അതൊന്ന് മാർക്ക് ചെയ്ത് ആ ഭാഗത്തേക്ക് കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ജീൻസിനെല്ലാം ഇടാൻ പാകത്തിൽ സ്ലീവും ഒക്കെ ഫിനിഷ് ചെയ്ത്. പക്ഷേ ഞാനിവിടെ ചെറിയൊരു ചേഞ്ച് വരുത്തിയത് എനിക്ക് അത്യാവശ്യം കുറച്ചും കൂടി ലെങ്ത്ത് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രം ജോയിൻ ചെയ്തെടുക്കുകയും ഇപ്പുറത്തെ സൈഡ് ഒരു കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്യുകയും ചെയ്തു. ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ഈ കാണുന്ന ലെങ്ത്തിൽ നിങ്ങൾക്ക് മതിയെങ്കിൽ ഇനി കാണുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യുക. പിന്നെ ഒരു ഐഡിയ കിട്ടും എക്സ്ട്രാ പീസെല്ലാം എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന്. താഴെയുള്ള ക്ലോത്ത് ഒന്ന് ലെവൽ ചെയ്യുക. അതിനുശേഷം ഞാൻ ലെങ്ത്ത് കൂട്ടുന്നതിന് വേണ്ടി ബാക്കിയുള്ള പീസുകൾ, അതായത് ഒരു 6 ഇഞ്ച് ലെങ്ത്തിൽ ബാക്കിയുള്ള പീസുകൾ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ജോയിൻ ചെയ്തപ്പോൾ ഉള്ള ലെങ്ത്താണ് ഞാനിവിടെ കാണിക്കുന്നത്. ഏകദേശം 60 വരെ ഇവിടെ എത്തി. അതിനുശേഷം ഒരു 56 വരെ, ടോട്ടലി 60 + 56 വരെയുള്ള പീസാണ് എനിക്ക് ലാസ്റ്റ് ഉണ്ടായത്. നേരത്തെ നമ്മൾ ഒരു ഭാഗത്ത് ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗത്തിൻ്റെ എൻഡിൽ നമ്മളിപ്പം ജോയിൻ ചെയ്ത പീസ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം വളരെ ദൂരെയായാണ് ഞാൻ പ്ലേറ്റ്സ് കൊടുത്തത്. അങ്ങനെ ഇടാനുള്ള ക്ലോത്ത് മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം ക്ലോത്ത് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്ലേറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇവിടെ ഞാൻ ലെങ്ത്ത് കൂട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ആ പീസ് വെച്ചിരിക്കുന്നത്. അങ്ങനെ പീസ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ നിർത്തിയ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി താഴെ കൂടി മടക്കി അടിക്കുക. അങ്ങനെ നമ്മൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത രീതിയിലാണ് നമുക്ക് പലതരത്തിലും മാറ്റങ്ങൾ വരുത്താം. നമുക്ക് ബോഡിക്ക് ഇത്ര പ്ലീറ്റ്സ് വേണമെങ്കിൽ അളവ് കുറച്ചെടുക്കുക. എന്നിട്ട് താഴെ വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുക. അങ്ങനെ പലതരത്തിലും നമുക്ക് ഒരു മോഡൽ കിട്ടിയാൽ ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഔട്ട്ഫിറ്റ് ലുക്ക് മാറ്റിയെടുക്കുക. വെറും 150 രൂപ വെച്ച് നമുക്കിങ്ങനെ ഒരു കാഷ്വൽ വിയർ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം.